നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. പാലക്കാടാണ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പണം കൊടുത്ത് വോട്ട് വാങ്ങുക, അത് കയ്യോടെ പിടികൂടിയ ഒരു സംഭവം നടന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിലെ മത്സരം അത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. അതുപോലെ പാലക്കാട് ജില്ലകളെല്ലാം തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിവരങ്ങൾ വളരെ നിർണായകമാകും. സന്തോഷ് സെർലിംഗുണ്ട്. സന്തോഷ്, എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? തീർച്ചയായും രാജേന്ദ്രൻ, പുലർച്ചയോടുകൂടി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ഓരോ പോളിംഗ് ബൂത്തിലും പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ ബൂത്തുകളിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മോക്ക് പോളിംഗ് ഏതാണ്ട് പല ബൂത്തുകളിലും അവസാനിച്ചു കഴിഞ്ഞു. ഇതുവരെ പാലക്കാട് ജില്ലയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ടൗണിലെ സെൻറ്റ് മേരീസ് നഴ്സറി യു പി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന 2 ബൂത്തുകളിൽ ഒരു ബൂത്തിലാണ്. അവിടെ മോക്ക് പോളിംഗിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളെല്ലാം വിവിധ കക്ഷി നേതാക്കൾ പൂർത്തിയാക്കി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവർ നേരത്തെ EVM മെഷീനുകളൊക്കെ പരിശോധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് വളരെ പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമായി മാറിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ബൂത്തുകളിലും എല്ലാ കക്ഷി നേതാക്കളും, അത് UDF-ൻ്റെ ആയാലും LDF ആയാലും ഇടതുപക്ഷ പ്രവർത്തകരായാലും വളരെ ശ്രദ്ധയോടുകൂടിയാണ് പരിശോധിച്ച് EVM മെഷീനുകളുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി വരുന്നത്. കഴിഞ്ഞ തവണ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയൊരു നിയോജക മണ്ഡലം കൂടിയാണ് പോളിംഗ്. അന്ന് ജില്ലയിലാകെ പോൾ ചെയ്തതിനേക്കാളേറെ കുറവായിരുന്നു. 78.8% മാത്രമാണ്. ഇത്തവണ അതല്പമെങ്കിലും വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മറ്റൊന്നുമല്ല, അത്രയേറെ ആവേശോജ്വലമായൊരു തിരഞ്ഞെടുപ്പ് നടന്നു എന്നതുകൊണ്ടാണ്. പിന്നെ എല്ലാ പോളിംഗ് മെഷീനുകളിലും എല്ലാ സ്ഥലത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഏതൊക്കെ തിരിച്ചറിയൽ കാർഡുകളാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള പൊതുവായ രേഖകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ ചുറ്റും കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഒന്നുകൂടി വോട്ടർമാർക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം, ഏതൊക്കെ ID കാർഡുകളാണ് അവരുടെ കൈവശം സൂക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡ് തുടങ്ങിയവയാണ്. പിന്നെ ബാങ്കിൻ്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. സഹകരണ ബാങ്കുകൾ ഒഴികെയുള്ള ബാങ്കുകളുടേത്. എന്തായാലും അതിൻ്റെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ജില്ലയിൽ മൊത്തം 22,68,271 വോട്ടർമാരാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പ്രതീക്ഷിച്ചാണെങ്കിൽ അതിലൊരു 80% പോളിംഗ് ജില്ലയിലാകെ വീഴും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും നിർണായം പാലക്കാട് ജില്ല കഴിഞ്ഞാൽ മറ്റൊന്ന് തൃത്താലയാണ്. തൃത്താലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പോലും ഇത്തവണ സജ്ജീകരിച്ചിരിക്കുന്നത്. കാരണം അത്രയേറെ ജനസംഖ്യയും അവിടെ കൂടുതലാണ്. തൃത്താലയിൽ 2,03,000 വോട്ടർമാരുണ്ട്. എന്നാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലുള്ളത് 1,76,224 വോട്ടർമാർ, 8,825 പ്രവാസി വോട്ടർമാർ ഈ മൊത്തം ജില്ലയിലാകെ ഇവിടെയുണ്ട്. അതിൻ്റെ ഇടയിൽ ഹോം വോട്ടർമാരുടെ വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ആകെ 14,579 പേരാണ്. പക്ഷേ എത്ര പേർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കണക്കുകൾ ഇനിയും വരാനേ ഉള്ളൂ. കാരണം അത് ഇത്തിരി വർദ്ധിച്ച കണക്കാണ് ജില്ലയിലുള്ളത്. അതിൻ്റെ 2,531 പോളിംഗ് ബൂത്തുകൾ ജില്ലയിലാകെ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏകദേശം 400ഓളം പോളിംഗ് ബൂത്തുകൾ കൂടുതലാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 2,000ഓളം വോട്ടർമാരായിരിക്കും ഒരു ബൂത്തിലുള്ളത്. അതുകൊണ്ടാണ് ബൂത്ത് വർദ്ധിപ്പിച്ചത് തന്നെ എല്ലാവർക്കും സുഗമമായി മറ്റ് തിരക്കുകളില്ലാതെ വോട്ട് ചെയ്യുക എന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ തവണത്തെ കൂടി പരിശോധിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചു എന്നാണ് ജില്ലാ വരണാധികാരി അറിയിച്ചത്. നടപടിക്രമങ്ങൾ വലിയ പ്രശ്നമില്ലാതെ പോകും. 7 മണിയോടുകൂടി വോട്ടിംഗ് ആരംഭിക്കും. ഇപ്പോൾ എന്തായാലും എല്ലാ സ്ഥലത്തെയും മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ കാര്യമായ പരാതികളൊന്നും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രാജേന്ദ്രൻ, ശരി. സന്തോഷ്, പാലക്കാട് വളരെ നിർണായകമാണ്. BJP ഏറ്റവും അധികം പണമൊഴുക്കുക മാത്രമല്ല, ഒഴുക്കിയ പണം കയ്യോടുകൂടി പിടികൂടിയ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടുത്തെ എല്ലാ അപ്ഡേഷനും തന്നെ അതാത് സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യുക.